എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു സിമ്പിൾ സ്റ്റിച്ചാണ്. എന്നാൽ അത് നമ്മുടെ ഡ്രസ്സുകളുടെയൊക്കെ ബോർഡറുകളിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിക്ചർ വരയ്ക്കുന്നതിൻ്റെ ഔട്ട്ലൈനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിൽ തന്നെ ചില വേരിയേഷനുകൾ ചെയ്താൽ വേറെ പല പല രീതിയിൽ അത് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ഷീപ്പ് സ്റ്റിച്ച്. അപ്പോൾ ഷീപ്പ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടല്ലേ, ഇതേപോലെ രണ്ട് ലൈനിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തുടക്കക്കാർക്ക് ഒന്ന് അറിയാനായിട്ട് ഞാനൊരു ഇവിടെ 3 ഡോട്ട് ഇടുകയാണ്. അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഒരു 3 ഡോട്ട് മേളിൽ ഡോട്ടിട്ട് അതേ ലെവലിൽ തന്നെ താഴെയും 3 ഡോട്ട് ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ മുകളിലോ താഴെയോ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? സ്റ്റാർട്ടിങ് ഇവിടെ താഴെ നിന്ന് ഞാൻ തുടങ്ങിയാണ്. 3 നൂലിലാണ്, ഇത് 6 നൂലിലും വേണം ചെയ്യാം. ഇപ്പോൾ 3 നൂലിൽ അടിയിൽ കെട്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എടുത്തു ഇങ്ങനെ ഇതിലേക്ക് മുകളിലേക്ക് കുത്തിയിറക്കി, താഴെ നിന്ന് കുത്തി മുകളിലത്തെ ഡോട്ടിലോട്ട് കുത്തിയിറക്കി. ഇപ്പോൾ ക്ലിയർ ആയില്ല ഇത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുത്തി താഴത്തെ ഡോട്ടിലേക്ക് കുത്തി. അടുത്തത് ഇവിടെ നിന്ന് കുത്തി ഈ ഡോട്ടിലേക്ക് കുത്തി. ഇപ്പോൾ നമുക്ക് 3 ലൈനാണ് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും അകത്തിയല്ല. ഇതിപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അകത്തി ചെയ്തത്. ഇച്ചിരി കുറച്ചുകൂടെ അടുപ്പിച്ചാണ് ലൈൻ വരേണ്ടത്. ഇനിയിപ്പോൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അകത്തി ചെയ്തത്. ഇനിയിപ്പോൾ ഈ ഫസ്റ്റ് 2 ലൈനുകൾക്കിടയിൽ ഇങ്ങനെ നമ്മൾ കുത്തിയെടുത്തു. ഇപ്പോൾ അടിയിൽ നിന്നാണല്ലോ സൂചി അടിയിലായിരുന്നു കുത്തി ഇറക്കി വിട്ടെ. അവിടെ നിന്ന് നമ്മൾ ഈ ഫസ്റ്റ് 2 ലൈനിൻ്റെ ഇടയിൽ കുത്തിയതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ സൂചി എടുത്തു കൊണ്ടുപോകുന്നു. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഇതുണ്ടല്ലേ, ത്രെഡ് ഇങ്ങനെ ചുറ്റി വരുവാണ്. ചുറ്റി വന്ന് ഈ 2 കൂടെ അടിയിൽ വന്ന് ഈ നമ്മൾ ആദ്യം കുത്തി എടുത്തതില്ലേ, അവിടേക്കാണ് കുത്തി ഇറക്കി വിടുന്നത്. എന്നിട്ട് ഇങ്ങനൊന്ന് വലിച്ചു കഴിഞ്ഞപ്പോൾ ഈ 3 ത്രെഡുകളെ കൂട്ടി കെട്ടുന്ന ഒരു കെട്ട് പോലെ സെൻറ്ററിൽ വന്നു. ഇത് ഇച്ചിരി കൂടെ അടുപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ഇത്രയും ഒരു വലിവായിട്ട് വരത്തില്ല. ഞാൻ ഇനിയുള്ളത് അടുപ്പിച്ച് കാണിക്കാം. നിങ്ങൾക്ക് ആ സ്റ്റിച്ച് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അത്രയും ചെയ്തത്. ഈ ഒരെണ്ണം അടുപ്പിച്ച് ചെയ്ത് കാണിക്കാം. ശേഷം ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ മേളിൽ നിന്നാണ് തുടങ്ങിയത്, മുമ്പേ താഴെയും തുടങ്ങി. ഇപ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതൊന്നും പ്രശ്നമല്ല. നമുക്ക് 3 ലൈനുകളാണ് ആദ്യം കിട്ടേണ്ടത്. ഇവിടെ കുത്തി. ഇനിയിപ്പം താഴെ നിന്ന് തന്നെയാണ് അടുത്ത് കുത്തുന്നത്. കാരണം നമ്മൾ എവിടെ കുത്തി നിർത്തുന്നോ അതിൻ്റെ അടുത്തുനിന്ന് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ലൈൻ ഇങ്ങനെ വരച്ചു. 3 ലൈന് മുമ്പത്തേക്കാളും ഞാൻ അടുപ്പിച്ചാണ് ഇട്ടേക്കുന്നത്. ശേഷം നമ്മുടെ ഫസ്റ്റ് ലൈനിൻ്റെ കഴിഞ്ഞ ശേഷമുള്ള ആ നടുക്ക് നിന്ന് തുടങ്ങി ഫസ്റ്റ് ലൈനിനെ എൻ്റെ അടിയിലൂടെ ത്രെഡ് എടുത്ത്, ഇത്രയും ക്ലിയർ ആയല്ലോ. ശേഷം ഇതിനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് വന്ന് ഈ 2 ത്രെഡിൻ്റെ അടിയിലൂടെ നീഡിലിട്ട് നമ്മൾ ആ കുത്തി എടുത്തത് ആ പോയിന്റിലേക്കാണ് വിടുന്നത്. വിട്ടതിന് ശേഷം കണ്ടില്ലേ, ഇങ്ങനെ മുറുക്കിയപ്പോൾ കണ്ടില്ലേ, ആദ്യത്തെ അകന്ന് പോയതും ഈ അടുപ്പിച്ച് വന്നതിനും തമ്മിലുള്ള ഭംഗി വ്യത്യാസം കണ്ടോ? ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും അകത്തിയത്. ശരിക്കും ഈ ഒരു അകലത്തിലൊക്കെ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഷീപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമുക്ക് ബോർഡറുകളിൽ ചെയ്യാൻ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഡ്രസ്സിൻ്റെയൊക്കെ ബോർഡറിൽ ഇതിങ്ങനെ 6 നൂലിൽ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ കനത്തിൽ വരുമല്ലോ. ബോർഡറിൽ അടുപ്പിച്ച് വേണം ചെയ്യാം. അഥവാ നമുക്കൊരു എന്തെങ്കിലും ഒരു പിക്ചർ വരയ്ക്കുന്നതിൻ്റെ ഔട്ട്ലൈനായിട്ടും അത് ഫില്ല് ചെയ്ത് അടച്ച് അകം ഫില്ല് ചെയ്യാനും ഇത് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്വല്പം വ്യത്യാസപ്പെടുത്തി വേറൊരു രീതി ചെയ്ത് കാണിക്കാം. അതായത് നമ്മൾ ആദ്യം തന്നെ ഷീപ്പ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതിപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഷീപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ, സിമ്പിളല്ലേ? ശേഷം ആ സെക്കൻഡ് ലൈനിൻ്റെ അവിടുന്ന് സെക്കൻഡ് ലൈനിൽ തുടങ്ങി അടിയിൽ കൂടെ വിട്ട് ഇതിൻ്റെ അടിയിലൂടെ വന്ന് ഇവിടേക്ക് കുത്തി. അങ്ങനെയാണല്ലോ നമ്മൾ ഷീപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടേക്ക് കുത്തുന്നില്ല. പകരം ഇവിടെ നമ്മുടെ സെൻറ്ററിലെ ആ കെട്ടിനൊരു സ്വല്പം കൂടെ വണ്ണം കൂടുതൽ ഇട്ടൊന്ന് കെട്ടുവാണ്. ഒരു ചുറ്റൂടെ ഇവിടെ കടത്തി വിടുമ്പോൾ അവിടെ ഒരു ഇച്ചിരി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതിനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം ഒരു ചുറ്റൂടെ ചുറ്റി വന്നിട്ടാണ് ഞാൻ അടിയിലേക്ക് കുത്തി വിടുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ ഷീപ്പ് സ്റ്റിച്ചിനേക്കാളും ഈ സെൻറ്ററിലെ കെട്ട് ഒരു വലിയ കെട്ടായിട്ട് വന്നു. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സെൻറ്ററിലെ കെട്ടിന് ഇച്ചിരി വണ്ണം കൂടുതൽ. അതാണ് വേറൊരു രീതി ചെയ്യുന്നത്.
ഇനി വേറൊരു രീതിയിലൂടെ ഷീപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യമത്തെ ലൈൻ സാധാ വരയ്ക്കുന്ന പോലെ തന്നെ ആദ്യത്തെ ലൈൻ സാധാ പോലെ ചെയ്ത ശേഷം നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്ന ലൈന് സ്വല്പം ഈ വരയുടെ മേളിൽ നിന്നാണ് കുത്തുന്നത്. കണ്ടില്ലേ? ക്ലിയർ ആയില്ലേ? മറ്റേ വരയിൽ തന്നെ ഒരേ നീളമുള്ള 3 ലൈനായിരുന്നപ്പം ഈ വരയുടെ മേളിലും ഈ വരയിൽ ആ മേളിലോട്ട് അത്ര എടുത്ത് താഴോട്ടും, അതായത് രണ്ടാമത്തെ ലൈനിന് നീളം കൂടുതൽ. അത്രയേ ഉള്ളൂ സംഭവം. രണ്ടാമത്തെ ലൈൻ നീളം കൂടുതൽ, മൂന്നാമത്തെ ലൈന് നമ്മുടെ ആദ്യത്തെ ലൈനിൻ്റെ, അതായത് വരയിൽ തന്നെ, മൂന്നാമത്തെ ലൈന് വരയിൽ തന്നെ അങ്ങനെ കുത്തിയ ശേഷം മറ്റേ ഷീപ്പ് സ്റ്റിച്ച് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സെൻറ്ററിലെ ലൈൻ മാത്രം ഇച്ചിരി പൊങ്ങി നിൽക്കുന്നു എന്ന് മാത്രമേ ഇതിന് പ്രത്യേകതയുള്ളൂ. ശേഷം ഇങ്ങനെ എടുത്ത ശേഷം ഈ ഇതിലേക്ക് കുത്തി വിടുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, നമ്മുടെ സെൻറ്ററിലെ ലൈനിന് ഒരു പൊക്ക കൂടുതലും സൈഡ് രണ്ടിലും ചെറിയ ഇതുമായിട്ട് വരുന്നു. ഇത് ഷീപ്പ് സ്റ്റിച്ചിൻ്റെ വേറെ രീതി ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് ആശയം അനുസരിച്ച് പല രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിവിടെ വേണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കളറിലാണ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ചെയ്തു, സെക്കൻഡ് ചെയ്യുമ്പോൾ മുകളിലേക്ക് മാത്രം സ്വല്പം നീളം കൂടുതൽ ഇടുകയാണ്, താഴേക്ക് നീളം കൂടുതൽ ഇടുന്നില്ല. ശേഷം മൂന്നാമത്തെ ചെയ്യുകയാണ്. മൂന്നാമത്തെ ചെയ്ത് നമ്മുടെ സാധാ ഷീപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ വിടുകയാണ്. സെക്കൻഡ് ഇതിന് മുകളിലേക്ക് മാത്രമാണ് ഞാൻ നീളം കൂടുതലിട്ട്, അത് വേറൊരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഷീപ്പ് സ്റ്റിച്ച് ചെയ്തു. ഒരെണ്ണത്തിന് മാത്രം മേളിലേക്ക് നീളം കൂടുതലുണ്ട്. അപ്പോൾ അതിന് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ഇനിയിപ്പം ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കെട്ടിട്ട് നിർത്തുകയാണ്. കെട്ടിട്ടു ശേഷം ഞാനിനി ഒരു റെഡോ പിങ്കോ എന്തെങ്കിലും ഒരു കളറ്, അതായത് ഫ്ലവറിന് വേണ്ട ഒരു കളർ എടുക്കുക. ഇപ്പോൾ ഞാൻ ഒരു മജന്ത കളർ 3 ഇഴ നൂലാണ് എടുത്തിരിക്കുന്നത്. ഇത് 3 ഇഴ കൊണ്ട് ചെയ്തേക്കുന്നുണ്ട്, ഇത് 3 ഇഴ കൊണ്ടാണ് എടുത്തേക്കുന്നത്. ശേഷം ഈ പ്രൊജക്റ്റ് ഈ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ഈ നമ്മുടെ ഈ ഒരു പോർഷനിലേക്ക് ഞാൻ അത് കുത്തി, അടിയിൽ നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുകയാണ്. മുകളിലേക്ക് എടുത്തതിന് ശേഷം ഒരു ഫ്രഞ്ച് നോട്ട്, ഒറ്റ ഒരു ഫ്രഞ്ച് നോട്ട് മാത്രം കൊടുക്കുന്നു. ഒരു ഫ്രഞ്ച് നോട്ടോ 3 ഫ്രഞ്ച് നോട്ട് വേണേലും വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒറ്റ എണ്ണം വെച്ചാണ് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ ചെടിയിൽ ഒരു ചെടി പൂ പോലെയായിട്ട് ഇതിപ്പോൾ ഇച്ചിരി ക്ലോത്ത് കാണാം. ആ ക്ലോത്ത് കാണാതെ കുറച്ചുകൂടി അതിനോട് അടുപ്പിച്ച് കുറേ എണ്ണം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെടികളും ഈ പൂവായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു. ഇപ്പോൾ ഒറ്റ എണ്ണമായിട്ട് ചെയ്യുമ്പോൾ അത്രയും ഇതുണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ എണ്ണം അടുപ്പിച്ച് ചെയ്യാം. ഈ ഒരു എണ്ണത്തിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒന്നുകൂടെ നമ്മൾ ഒരു കമ്പ് മാത്രമായിട്ട് പൊങ്ങി നിൽക്കുമ്പോൾ അവിടുത്തെ ചെയ്യുന്ന നല്ലൊരു ഭംഗി. അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്ക് പല രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഷീപ്പ് സ്റ്റിച്ച് സാധാ ഷീപ്പ് സ്റ്റിച്ചാണ് ഈ 2 എണ്ണം. ഇത് സെൻറ്ററിലെ കെട്ട് ഡബിൾ ആക്കിയിട്ടുള്ളത്. ഇത് നടുക്കത്തെ ഇതിന് നീളം കൂടുതലായിട്ട്. ഇത് ഗ്രീൻ കളറിലൊരു ഷീപ്പ് സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് അതിൽ ഗ്രീനിൻ്റെ സെൻറ്ററിലെ ലൈന് മുകളിലേക്ക് മാത്രം കൂട്ടിയിട്ട് മേളിലൊരു ഫ്രഞ്ച് നോട്ടൂടെ ചെയ്തതാണ്. ഈ സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷീപ്പ് സ്റ്റിച്ച് ചെയ്തൊരു വർക്കാണ്. ഇത് കണ്ടില്ലേ? ഇത് ചെയിൻ സ്റ്റിച്ചും ബാക്കി ഭാഗം ഷീപ്പ് സ്റ്റിച്ചാണ്. അത് ഫില്ല് ചെയ്തൊരു കുടയുടെ രൂപത്തിൽ ഫില്ല് ചെയ്തേക്കുന്നതാണ്. നമ്മുടെ ആശയം അനുസരിച്ച് ഇങ്ങനെ പല പല ഡിസൈനുകളിലോ ബോർഡറായിട്ടോ ഒക്കെ വേണേൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ പ്രയോജനമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോയുമായിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.